അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പാലക്കാട് പട്ടാമ്പി ഡയാലിസിസ് സെന്റർ മെഷീനുകളിലെത്തി. അവസാനഘട്ട പ്രവർത്തികൾ പൂർത്തിയാക്കി ഡയാലിസിസ് സെന്റർ വൈകാതെ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഡയാലിസിസ് സെന്റർ തുറക്കാൻ വൈകുന്നതിനെതിരെ പ്രതിഷേധം മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. മുഹമ്മദ് മുഹ്സിൻ MLA ഫണ്ടിൽ നിന്ന് 1,23,00,000 രൂപ ചെലവഴിച്ചാണ് ഡയാലിസിസ് സെന്ററിനുള്ള പ്രവർത്തികൾ നടത്തിയത്. നിർമ്മാണം കഴിഞ്ഞ വർഷങ്ങളായെങ്കിലും പ്രവർത്തനം ആരംഭിക്കുവാൻ കഴിഞ്ഞില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഡയാലിസിസിനുള്ള യന്ത്രങ്ങൾ എത്താത്തതായിരുന്നു കാരണം. ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടവരുത്തിയിരുന്നു. അനിശ്ചിതങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ 8 ഡയാലിസിസ് മെഷീനുകൾ കേന്ദ്രത്തിലെത്തിയത്. പുതിയ മെഷീനുകൾക്ക് അനുസൃതമായിട്ടുള്ള വൈദ്യുതീകരണം പൂർത്തിയാക്കുകയും സജ്ജമാക്കിയിട്ടുള്ള RO പ്ലാന്റ് പ്രവർത്തിക്കുകയും ചെയ്യുന്നതോടെ ഡയാലിസിസ് കേന്ദ്രം തുറന്നുകൊടുക്കുമെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA പറഞ്ഞു. ഇതോടൊപ്പം കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുന്നതിനുള്ള നടപടികൾ നടക്കുന്നതായും MLA പറഞ്ഞു. ഇത് ഡിലേ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം മെഷീൻ വരാനുള്ള ഒരു സമയം. ആ മെഷീൻ വന്നപ്പോൾ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത പ്ലാൻ ചെയ്ത സംവിധാനത്തിലല്ല, കുറച്ചും കൂടെ മാറ്റമുള്ള കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള മെഷീനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെറിയ രീതിയിൽ വയറിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ കൂടി അതിൻ്റെ ഭാഗമായി വരുത്തേണ്ടി വന്നു. അതെല്ലാം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ടെസ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു സമയം ഇനി ആവശ്യമാണ്. ആ 8 മെഷീനുകളും പ്രവർത്തന സജ്ജമാക്കിക്കൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുക. പ്രവൃത്തി പുരോഗതി വിലയിരുത്തുന്നതിനായി മുഹമ്മദ് മുഹ്സിൻ MLAയും ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സെന്ററിൽ സന്ദർശനം നടത്തി. 2023 ഡിസംബറിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ പ്രവൃത്തികൾ വൈകി. നിലവിൽ ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലുമാണ് സമീപത്ത് സൗജന്യ ഡയാലിസിസ് ചെയ്യുന്നത്. പട്ടാമ്പിയിലെ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുകയാണെങ്കിൽ നിരവധി രോഗികൾക്ക് വലിയൊരാശ്വാസമാകും. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.